ഉത്തരീയത്തിൽ പൊതിഞ്ഞു നീ ഞങ്ങളെ നിത്യവും കാത്തു കൊള്ളണമേ. നിത്യസഹായമായെന്നും വരണമേ കർമ്മല മാതാവേ. ഉത്തരീയത്തിൽ പൊതിഞ്ഞു നീ ഞങ്ങളെ നിത്യവും കാത്തു കൊള്ളണമേ. നിത്യസഹായമായെന്നും വരണമേ കർമ്മല മാതാവേ. കാർമൽ മലയിലെ മഞ്ഞേ പൂവിട്ട മുന്തിരി വല്ലികയേ. കാർമൽ മലയിലെ മഞ്ഞേ പൂവിട്ട മുന്തിരി വല്ലികയേ. മാനത്തു പൊന്നോളി തൂകിച്ചിരിക്കും ഉഷകാല താരകമേ. ചാരത്തു വന്നു നീ സ്നേഹത്തോടമ്മേ നിൻ മുത്തം പകരണമേ. നിൻ തിരുമാധ്യസ്ഥ്യം തേടുന്ന ഞങ്ങളെ നിത്യവും കാത്തിടണേ. ഉത്തരീയത്തിൽ പൊതിഞ്ഞു നീ ഞങ്ങളെ നിത്യവും കാത്തു കൊള്ളണമേ. നിത്യസഹായമായെന്നും വരണമേ കർമ്മല മാതാവേ. ഉത്തരീയത്തിൽ പൊതിഞ്ഞു നീ ഞങ്ങളെ നിത്യവും കാത്തു കൊള്ളണമേ. നിത്യസഹായമായി എന്നും വരണമേ കർമ്മല മാതാവേ. കാർമൽ ഗീതങ്ങൾ നമുക്കായി ഒരുങ്ങുമ്പോൾ ഒരു ജൂലൈ 16 ഓർമ്മകളിൽ കർമ്മല മാതാവിൻ്റെ തിരുനാൾ ആഗോള സഭ കൊണ്ടാടുകയാണ്. എന്താണ് കർമ്മല മാതാവിൻ്റെ സ്നേഹധന്യത? 1251 ജൂലൈ 16 വന്യവയോധികനായ മിസ്റ്റർ സൈമൺ സ്റ്റോക്കിന് പരിശുദ്ധ അമ്മ പ്രത്യക്ഷയായി നൽകി ഉത്തരീയം. എൻ്റെ മകനെ, ഉത്തരീയം ധരിക്കുക, വെന്തിങ്ങ ധരിക്കുക, അതെൻ്റെ സ്നേഹവസ്ത്രമാണ്. ഉത്തരീയം ധരിക്കുന്ന മക്കളെ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും, ആപത്തുകളിൽ നിന്നും, പൈശാചിക പീഡകളിൽ നിന്നും പരിശുദ്ധ കർമ്മലനാഥ പ്രത്യേകമാമിതം സംരക്ഷിക്കും. മാത്രമോ, ഉത്തരീയ ഭക്തിയോടെ, സുഹൃത പുണ്യങ്ങളോടെ ഉത്തരീയം ധരിച്ച് മുന്നേറുന്നവരെ അവർ മരണമടഞ്ഞ് അടുത്തുവരുന്ന ആദ്യ ശനിയാഴ്ച പരിശുദ്ധ അമ്മ പ്രത്യേകമായി ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് കരയേറ്റുമെന്നാണ് സഭാ പാരമ്പര്യം നമ്മളെ ഓർമ്മിപ്പിക്കുക. പ്രിയമുള്ളവരെ, അനേക വിശുദ്ധർ, ഒപ്പം അനേക സഭാപിതാക്കന്മാർ ഒക്കെ ഉത്തരീയ ഭക്തിയെ ഏറെ പ്രോത്സാഹിപ്പിച്ചു. ബെനഡിക്ട് 15 പാപ്പ ഇങ്ങനെ ആഹ്വാനം ചെയ്യുന്നു: എല്ലാ മക്കളും ഉത്തരീയം ധരിക്കണം, എല്ലാ മക്കളും ഉത്തരീയം ധരിക്കണം. പരിശുദ്ധ അമ്മയുടെ, കർമ്മലനാഥയുടെ ഉത്തരീയത്തിൽ അമ്മ നമ്മളെ പൊതിഞ്ഞു പിടിക്കട്ടെ. എല്ലാവിധ തിന്മകളുടെ അന്ധകാര ശക്തികളിൽ നിന്നും അമ്മ നമ്മളെ കാക്കട്ടെ. അമലോത്ഭവയായ ആ സ്നേഹനാഥയുടെ ഗാനം പാടി അമ്മയെ മഹത്വപ്പെടുത്തി നമുക്ക് പ്രാർത്ഥനയേകാം.
അമലോത്ഭവേ മറിയാമ്പികെ സ്തുതിഗീതമേകി വണങ്ങിടാം. അണിചേർന്നിവർ ജപമാലകൾ തിരുമുൻപിലേകി നമിച്ചിടാം. അമലോത്ഭവേ മറിയാമ്പികെ സ്തുതിഗീതമേകി വണങ്ങിടാം. അണിചേർന്നിവർ ജപമാലകൾ തിരുമുൻപിലേകി നമിച്ചിടാം. അമ്മേ അമ്മേ നന്മ നിറഞ്ഞവളേ, സ്ത്രീകളിലേറ്റം അനുഗ്രഹീതേ. അമ്മേ അമ്മേ നന്മ നിറഞ്ഞവളേ, സ്ത്രീകളിലേറ്റം അനുഗ്രഹീതേ. പാപികൾക്കാശ്രയമായവളേ, പാദത്തിൽ ചേരുന്നു നിൻ തനയ്. പാപികൾക്കാശ്രയമായവളേ, പാദത്തിൽ ചേരുന്നു നിൻ തനയ്. ത്രിലോകറാണിയാം മേരിയമ്മേ, നീയല്ലോ നിത്യസഹായമെന്നും. ത്രിലോകറാണിയാം മേരിയമ്മേ, നീയല്ലോ നിത്യസഹായമെന്നും. അമ്മേ അമ്മേ നന്മ നിറഞ്ഞവളേ, സ്ത്രീകളിലേറ്റം അനുഗ്രഹീതേ. അമ്മേ അമ്മേ നന്മ നിറഞ്ഞവളേ, സ്ത്രീകളിലേറ്റം അനുഗ്രഹീതേ. പീഡിതർക്കാലംബമായവളേ, പാവന സ്നേഹത്തിൻ പൂന്തണലേ. പീഡിതർക്കാലംബമായവളേ, പാവന സ്നേഹത്തിൻ പൂന്തണലേ. നിത്യവിശുദ്ധയാം കന്യകയേ, നിൻ തിരുമാധ്യസ്ഥ്യമേകണമേ. നിത്യവിശുദ്ധയാം കന്യകയേ, നിൻ തിരുമാധ്യസ്ഥ്യമേകണമേ. അമലോത്ഭവേ മറിയാമ്പികെ സ്തുതിഗീതമേകി വണങ്ങിടാം. അണിചേർന്നിവർ ജപമാലകൾ തിരുമുൻപിലേകി നമിച്ചിടാം. അമ്മേ അമ്മേ നന്മ നിറഞ്ഞവളേ, സ്ത്രീകളിലേറ്റം അനുഗ്രഹീതേ. 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 മനോജ് ക്രിസ്റ്റി കുറേയേറെ ഗാനങ്ങൾ മനോജ് പാടി കഴിഞ്ഞിട്ടുണ്ട്. മാതൃസ്തുതി ഗീതങ്ങളും അനേകം പാടിയിട്ടുണ്ട്. പരിശുദ്ധ അമ്മ മനോജിൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് അനുഭവമായി മാറിയിട്ടുള്ളത്? മാതാവിൻ്റെ പാട്ടുകൾ ഞാൻ ഒരുപാട് പാടിയിട്ടുണ്ട്. അത് നമ്മളൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്ത കുറേ പാട്ടുകളുണ്ട്.
പീറ്റർ ചേരാനല്ലൂർ, ബേബി ജോൺ കലേന്താനി പാട്ടുകളൊക്കെ. എനിക്ക് മാതാവിനോടുള്ള അടുപ്പം എന്ന് പറയുന്നത് ചെറുപ്പത്തിൽ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ എല്ലായിടത്തും ഉണ്ടായിരിക്കും. മനോജിൻ്റെ നാടൊക്കെ, എൻ്റെ നാട് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയാണ്. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പള്ളിയിൽ ഈ അടിമ വെക്കുക എന്ന് പറഞ്ഞൊരു ഒരു പരിപാടിയുണ്ട്. ശരിക്കും ചെറുപ്പത്തിൽ എന്നെ മണർകാട് പള്ളിയിൽ മാതാവിൻ്റെ നാമത്തിൽ അടിമ വെച്ചതാണ്. അത് പക്ഷേ ഞാൻ കുറച്ചാൾ മുമ്പാണ് അറിയുന്നത്. ആ പള്ളിയിൽ തന്നെ ഒരുപാട് CD-കളിൽ, ഞാനൊരു ഓർത്തഡോക്സുകാരനാണ്, അപ്പം അവിടുത്തെ ഒട്ടുമിക്ക വർക്കുകളിൽ എന്നെ വിളിച്ച് പാടിച്ചിട്ടുണ്ട്. അതിൽ ഹിറ്റായ മറ്റേ എല്ലാവരും ശ്രദ്ധിച്ച ഒരു ട്രഡീഷണൽ പാട്ടാണ് മുമ്പൊരിക്കൽ ഞാൻ പാടിയത്, ശുദ്ധിമതി എന്നുള്ള പാട്ട്. അതെനിക്ക് ഒരുപാട് ടച്ച് ചെയ്തതാണ്. ഞാൻ അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് മാതാവിൻ്റെ ഒരു സാമീപ്യം പല അവസരങ്ങളിലായിട്ട് ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഒരു വലിയ ഭാഗ്യമാണ്. ഞാൻ അറിഞ്ഞോ അറിയാതെയോ, എനിക്കറിയില്ല അതിനെ പറ്റിയൊന്നും. തീർച്ചയായും. അതായത് ഇവിടെ വന്ന ഇതിനു മുമ്പ് അനേകം ഗായകർ, അനേകം പേര്, അവരെല്ലാം പറഞ്ഞൊരു കാര്യമാണ്, ഈ പാടുന്നതിന് മുമ്പും അല്ലെങ്കിൽ പാടിന മേഖലയിലൊക്കെ കടന്നു വന്ന വഴികളിൽ പരിശുദ്ധ അമ്മ ഒരുപാട് സഹായിച്ചു എന്ന്. അത് തന്നെ മനോജിൻ്റെ ജീവിതത്തിൽ എനിക്കത് അനുഭവമായിട്ടുണ്ട്. പലപ്പോഴും മനോജ് പാടുമ്പോൾ ഈ മാതാവിൻ്റെ ഗാനങ്ങളൊക്കെ പാടുമ്പോൾ ഒരുപാട് അനോയിൻറ്റിംഗ് ആയിട്ട് അത് പാടുന്നതായിട്ട് ഞാൻ കാണാനിടയായിട്ടുണ്ട്. ദിവ്യബലിയുടെ ഒരു പാട്ടുണ്ടല്ലോ മനോജ് പാടിയിട്ടുള്ളത്, വീണ്ടും ഒരു ബലിയർപ്പണ വേദി. അതിൻ്റെ 4 ലൈന്. വീണ്ടും ഒരു ബലിയർപ്പണ വേദിയൊരുങ്ങി, സ്നേഹത്തിൻ പൂജാർപ്പണ വേദിയൊരുങ്ങി, പാടാമൊരു മനമായി സ്തുതി കീർത്തനമേകാം, ചേരാമൊരു നവജീവിത ബലിയിതുമോദാൽ. വീണ്ടും ഒരു ബലിയർപ്പണ വേദിയൊരുങ്ങി, സ്നേഹത്തിൻ പൂജാർപ്പണ വേദിയൊരുങ്ങി, പാടാമൊരു മനമായി സ്തുതി കീർത്തനമേകാം, ചേരാമൊരു നവജീവിത ബലിയിതുമോദാൽ. ബലിവേദിയിൽ അർപ്പിക്കുന്ന ബലിയോട് ചേർന്ന് പാടുന്ന ഗാനം. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയ്ക്ക് അടിമ വയ്ക്കുന്നൊരു ജീവിതം. കുഞ്ഞുനാളിൽ ആ പാരമ്പര്യം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ അടിമ വെച്ച് കഴിയുമ്പോൾ പരിശുദ്ധ അമ്മ ഏറ്റെടുത്ത് നയിക്കും. പ്രതികൂലതകളും സഹനങ്ങളും നൊമ്പരങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഈ അമ്മയുടെ കരുതലും കാവലും അത് യഥാർത്ഥ ബലിവേദിയിലേക്ക് നയിക്കും. വീണ്ടും ഒരു ബലിയർപ്പണ വേദി ഒരുങ്ങുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മളെ ആ ബലിപീഠത്തിലേക്ക് ചേർത്ത് നിർത്തും. ഒത്തിരി സ്നേഹത്തോടെ ആ നിത്യസഹായ മാതാവിൻ്റെ ഒരു സ്നേഹ പ്രകീർത്തനം പാടി ഒന്ന് ചേർന്ന് നമുക്ക് അമ്മയെ വാഴ്ത്താം. നമുക്കെല്ലാം അറിയാവുന്ന ഗാനമാണല്ലോ, നിത്യസഹായനാഥേ പ്രാർത്ഥിക്ക ഞങ്ങൾക്കായി നീ, നിൻ മക്കൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കൂ സ്നേഹനാഥേ. അമ്മയുടെ ഉത്തിരീയമണിഞ്ഞ് ജപമാല മുറുകെ പിടിച്ച് അമ്മയെ പാടി വണങ്ങാം. നിത്യസഹായനാഥേ. നിത്യസഹായ മാതേ പ്രാർത്ഥിക്ക ഞങ്ങൾക്കായി നിൻ മക്കൾ ഞങ്ങൾക്കായി നീ പ്രാർത്ഥിക്ക സ്നേഹ
ആയിരമായിരങ്ങൾ കണ്ണീരിൻ താഴ്വരയിൽ നിന്നീത കേഴുന്നമ്മേ നിത്യസഹായ മാതേ പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നീ നിൻ മക്കൾ ഞങ്ങൾക്കായി നീ പ്രാർത്ഥിക്കാൻ സ്നേഹനാഥേ. കേൾക്കണേ രോദനങ്ങൾ നൽകണേ നൽവരങ്ങൾ നിൻ ദിവ്യസൂനുവിങ്കൽ ചേർക്കണേ മക്കളെ നീ കേൾക്കണേ നൽകണേ നൽവരങ്ങൾ നിൻ ദിവ്യസൂനുവിങ്കൽ ചേർക്കണേ മക്കളെ നീ നിത്യസഹായ മാതേ പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നീ നിൻ മക്കൾ ഞങ്ങൾക്കായി നീ പ്രാർത്ഥിക്കാൻ സ്നേഹനാഥേ. വിശുദ്ധ അൽഫോൻസ് ലിഗോരി പറയുന്നു, നീ എത്ര അകലെയായാലും നിന്റെ ഹൃദയരോദനം കേൾക്കുന്നവളാണ് പരിശുദ്ധ മറിയം. ഈ അമ്മയ്ക്കറിയാം ഒരു കുഞ്ഞിൻ്റെ ഹൃദയസ്പന്ദനം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുവാൻ, അമ്മയുടെ ഉത്രീയത്തിൽ പൊതിയപ്പെട്ട് സുരക്ഷിതരായിരിക്കുവാൻ, പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ തിന്മയുടെ ഒത്തിരിയേറെ സന്നിവേശം കടന്നു വരുന്ന ആഭരണങ്ങളും വസ്തുക്കളും വിപണിയിൽ സുലഭമാണ്. അത് ധരിക്കുമ്പോൾ കടന്നു വരുന്ന തിന്മയുടെ ആ സന്നിവേശത്തെക്കുറിച്ച് പലർക്കും അറിയില്ല. ഇവിടെയാണ് ഉത്തിരീയത്തിൻ്റെ പ്രസക്തി. ഉത്തിരീയം ധരിക്കുമ്പോൾ അതിന് പരിശുദ്ധ അമ്മയുടെ വലിയ ഒരു സംരക്ഷണ കവചം ലഭ്യമാവുകയാണ്. അതിനായി കർമ്മല സഭയിലെ വിശുദ്ധ കൊച്ചു ത്രേസ്യ, വിശുദ്ധ അമ്മ ത്രേസ്യ, കുരിശിലെ വിശുദ്ധ യോഹന്നാൻ, വിശുദ്ധ ചാവറ പിതാവ്, വിശുദ്ധ യൂപ്രാസ്യമ്മ, ഇവരുടെ ഒക്കെ മധ്യസ്ഥം നമുക്ക് തേടാം. അതുവഴി അമ്മയോട് ചേർന്ന് നിന്ന് അമ്മയോടൊപ്പം യാത്ര ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനാഥേ, നല്ല അമ്മേ, അമ്മയുടെ ഉത്രീയത്തിൽ ഞങ്ങളെ പൊതിഞ്ഞു സൂക്ഷിക്കണമേ. ലോകത്തിൻ്റെ ദുഷ്ടാരൂപികളുടെ കടന്നാക്രമണത്തിൽ നിന്നും പരിശുദ്ധ കർമ്മലനാഥേ, നല്ല അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കൂടെയായിരുന്ന് വേണ്ട സംരക്ഷണം നൽകി ഞങ്ങളെ യേശുവിലേക്ക് നയിക്കണമേ. ആമേൻ.